കഴിഞ്ഞ 2.5 വർഷം സംസ്ഥാനത്തിന്റെ ഗതാഗത മന്ത്രിയായിരുന്ന ശ്രീ ആന്റണി രാജു ന്യൂസ് 18 കേരളത്തിൽ ചേരുകയാണ്. നമസ്കാരം ശ്രീ ആന്റണി രാജു. നമസ്കാരം. ഇപ്പോൾ എല്ലാവരും ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ചോദ്യമുണ്ടായിരിക്കും. വിജയിച്ച ഒരു മന്ത്രി എന്ന രീതിയിലാണോ അതോ പരാജയപ്പെട്ട ഒരു മന്ത്രി എന്ന രീതിയിലാണോ താങ്കൾ പടിയിറങ്ങുന്നത്? ഞാനല്ലല്ലോ അത് വിലയിരുത്തേണ്ടത്. അത് വിലയിരുത്തേണ്ടത് പൊതുജനങ്ങളാണ്. അതോടൊപ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരാണ്. ഞാൻ എന്നെക്കുറിച്ചൊരു അഭിപ്രായം ഞാൻ പറയുന്നത് ശരിയല്ല എങ്കിൽ പിന്നെ ഞാനും മറ്റുള്ളവരുമായിട്ടുള്ള വ്യത്യാസം എന്താ? ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ട 2-3 ഡയലോഗുകൾ ഞാൻ പറയുകയാണ്. അത് പറഞ്ഞത് മറ്റാരുമല്ല, ഇപ്പോൾ സ്ഥാനം ഏറ്റെടുത്തിരിക്കുന്ന KB ഗണേഷ് കുമാറാണ്. താങ്കൾക്ക് പകരം മന്ത്രിയായിട്ട് വരുന്നയാൾ. സാധാരണ രീതിയിൽ ഒരു മുന്നണി മാറ്റമൊക്കെ ഉണ്ടായി ഒരു സർക്കാർ മാറി മറ്റൊരു സർക്കാർ വരുമ്പോൾ ഒരു വകുപ്പ് ഏറ്റെടുക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് KB ഗണേഷ് കുമാർ ഗതാഗത വകുപ്പിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതായത് ഗതാഗത വകുപ്പിൽ കഴിഞ്ഞ 2.5 വർഷം ശരിയായിട്ടല്ല കാര്യങ്ങൾ നടന്നത് എന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ താങ്കൾ അതിന് മറുപടി പറയേണ്ടി വരും. ഗ്യാലറിയിലിരുന്ന് കളി കാണാൻ എളുപ്പമാണ്, കളിക്കളത്തിൽ ഇറങ്ങുമ്പോഴേ ബുദ്ധിമുട്ട് മനസ്സിലാക്കുള്ളൂ. പിന്നെ കുറച്ചുകൂടി പക്വതയോടുകൂടി ഇത്തരം സ്ഥാനങ്ങളിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി പക്വതയോടുകൂടി ഉള്ള അഭിപ്രായ പ്രകടനമാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഇത് ഈ മുന്നണിയിൽ നിന്നുകൊണ്ട് ഇത്തരം അഭിപ്രായ പ്രകടനം നടത്തുന്നത് ആദ്യമായിട്ടല്ല. പിന്നെ ആഭ്യന്തര വകുപ്പിനെതിരെ പരസ്യമായിട്ട് എതിരായിട്ട് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, ആരോഗ്യ വകുപ്പിനെതിരെ പറഞ്ഞിട്ടുണ്ട്, പൊതുമരാമത്ത് വകുപ്പിനെതിരെ പറഞ്ഞിട്ടുണ്ട്, ഇൻഡസ്ട്രീസ് വകുപ്പിനെതിരെ പറഞ്ഞിട്ടുണ്ട്, വിദ്യാഭ്യാസ വകുപ്പിനെതിരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏത് വകുപ്പിനെതിരെയാണ് ഇത്തരം ആരോപണങ്ങൾ ഇദ്ദേഹം ഉന്നയിക്കാതിരുന്നത്? അതുകൊണ്ട് ആ ഒരു അപക്വമായ അത്തരം അഭിപ്രായ പ്രകടനങ്ങളെക്കുറിച്ച് ഞാനൊരു അഭിപ്രായം പറയുന്നില്ല. ഇതൊക്കെ ജനങ്ങൾ വിലയിരുത്തുകയല്ലേ. ഒരു കാര്യമുണ്ട്. ഇപ്പോൾ താങ്കൾ ആദ്യം പറഞ്ഞ കാര്യം, ഗ്യാലറിയിൽ ഇരുന്ന് കളി കാണുന്നത് എളുപ്പമാണ്, കളത്തിലിറങ്ങി കളിക്കുമ്പോഴേ കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ എന്ന്. ഇദ്ദേഹം KB ഗണേഷ് കുമാർ കളത്തിലിറങ്ങി കളിച്ചതാണ്, ഇതേ ഫീൽഡിൽ തന്നെ കളിച്ചതാണ്, ഗതാഗത വകുപ്പിൽ കളിച്ചതാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം. അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട്, ഞാനിരുന്ന സമയത്തെ പോലെ അല്ല ഇപ്പോൾ ഗതാഗത വകുപ്പ്, അത് മാറ്റണം, അതിൽ അഴിമതിയുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഇതുവരെ ഏതെങ്കിലും ഒരു അഴിമതി ആരോപണം പ്രതിപക്ഷം പോലും എനിക്കെതിരെ ഉന്നയിച്ചിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ അദ്ദേഹം ഗ്യാലറിയിലാണ് ഇരുന്ന് കളി കണ്ടത്. ഈ 2.5 വർഷക്കാലം ഗ്യാലറിയിലിരുന്ന് കളി കണ്ടതായിരുന്നല്ലോ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഗ്യാലറിയിൽ നിന്ന് കളി കണ്ടിട്ട് കളിക്കുമ്പോഴത്തേക്കും നമ്മൾ കാണാൻ പോകുമല്ലേ കളി. നന്നായിട്ട് കളിക്കട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു മുന്നണി മര്യാദയുടെ ലംഘനം അവിടെ നടന്നിട്ടുണ്ട് ശ്രീ ആന്റണി രാജു. കാരണം ഇത് ജനങ്ങളിലേക്കാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പറയുന്നത്. സ്വാഭാവികമായിട്ടും ഗതാഗത വകുപ്പ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ജനങ്ങളോട് അടുത്ത് നിൽക്കുന്ന വകുപ്പാണ്. KSRTC ബസ്സിൽ കയറാത്ത ആളുകൾ ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു വകുപ്പിനെതിരെ, ആ വകുപ്പ് കഴിഞ്ഞ 2.5 വർഷം കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രിക്കെതിരെ കാര്യങ്ങൾ പറയുമ്പോൾ, ചില സ്ഥലങ്ങളിലെല്ലാം അത് ആന്റണി രാജു കൈകാര്യം ചെയ്തിരുന്ന വകുപ്പാണല്ലോ, അതിപ്പോൾ നന്നായിട്ടല്ല നടക്കുന്നത്. ഞാൻ 1-2 ബൈറ്റുകൾ അദ്ദേഹത്തിൻ്റെ കേട്ടിരുന്നു. 1-2 അല്ല, അതിൽ കൂടുതൽ ബൈറ്റുകൾ ഞാൻ കേട്ടിരുന്നു. ഞാൻ അന്തിച്ചു പോയി. അങ്ങനെ പറയുവാൻ പുതിയതായിട്ട് ചുമതലയേൽക്കുന്ന ഒരാൾക്ക് എങ്ങനെ സാധിക്കും? അങ്ങനെ സാധിക്കണമെങ്കിൽ വ്യക്തിപരമായിട്ട് പോലും അദ്ദേഹത്തിന് താങ്കളോട് ചില മുഷിപ്പുകൾ ഉണ്ടാവാം. അതിലൊന്നും ഞാൻ അതേ നാണയത്തിൽ മറുപടി പറയാൻ പോയാൽ പിന്നെ അദ്ദേഹം ഞാനും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഞാൻ അദ്ദേഹത്തിൻ്റെ അപ്പനോടൊപ്പം നിയമസഭയിൽ പ്രവർത്തിച്ച ആളാണ്. അപ്പോൾ ഞാൻ കുറേ കൂടെ പക്വത കാണിക്കണമല്ലോ. അല്ല, പക്വതയില്ലാത്ത ഒരാളെ മന്ത്രിസഭയിൽ എടുത്തു വയ്ക്കുന്നത് ശരിയാണോ? അങ്ങനെ മുഖ്യമന്ത്രി ചെയ്യും? അത് ഞാൻ പറയുന്നത് അതൊക്കെ മുഖ്യമന്ത്രിയോട് നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യമാണ്, എന്നോടല്ലല്ലോ ചോദിക്കേണ്ടത്. എന്നെ സംബന്ധിച്ച് ഇത്തരം അഭിപ്രായങ്ങൾ പക്വതയുള്ളതായിരുന്നെങ്കിൽ അങ്ങ് ഈ ചോദ്യം എന്നോട് ചോദിക്കില്ലായിരുന്നല്ലോ. അല്ല, അങ്ങനെയല്ല. അത് അപക്വമായ പ്രകടനങ്ങളെന്ന് മുന്നണിയിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ചെയ്യാമോ എന്ന് അങ്ങാണ് ചോദിച്ചത്. അപ്പോൾ അതാണ് ഞാൻ അങ്ങേക്ക് പോലും ആ വിലയിരുത്തൽ ഉണ്ടായല്ലോ. അപ്പോൾ പിന്നെ ആ വിലയിരുത്തലിനെതിരെ ഞാനെന്തിനാ മറുപടി പറഞ്ഞാൽ, ഈ ഒരു മുന്നണിയിൽ നിന്നുകൊണ്ട്, പ്രത്യേകിച്ച് ഇടത് മുന്നണിയിൽ നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ വളരെ വിരളമായി സംഭവിക്കാറുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ UDF ആണെങ്കിലും ഒക്കെ അവിടെ പലപ്പോഴും കാര്യങ്ങൾ തുറന്നു പറയും. അതാണല്ലോ UDF ൽ കൂടുതൽ ജനാധിപത്യപരമായ കാര്യങ്ങൾ നടക്കുന്നു എന്ന് പറയുന്നത്. ഇവിടെ LDF ൽ എന്ന് പറയുമ്പോൾ ഇത്തരത്തിൽ മുന്നണി മര്യാദകൾ ലംഘിച്ചുകൊണ്ട് കാര്യങ്ങൾ നടക്കുക എന്നുള്ളത് വളരെ വളരെ അപൂർവമായ ഒരു സംഭവമാണ്. അത് മാത്രമല്ല, താങ്കൾ മറ്റു വകുപ്പുകളിലേക്ക് അദ്ദേഹം വിമർശനം ഉന്നയിച്ചു എന്ന് പറഞ്ഞു. അത് നിയമസഭയിൽ ഒരു MLA എന്ന രീതിയിൽ അദ്ദേഹം കാര്യങ്ങൾ അവതരിപ്പിച്ചു. അത് മണ്ഡലങ്ങളിലെ ആളുകളുടെ വികാരം കൂടി ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം അവതരിപ്പിച്ചതാണ് പല കാര്യങ്ങളും. പ്രത്യേകിച്ച് ആരോഗ്യ വകുപ്പിനെതിരെ അദ്ദേഹം പറഞ്ഞപ്പോൾ, ഇപ്പോൾ അതും കടന്ന് ഒരു മന്ത്രിയായിട്ട് അദ്ദേഹം ചുമതലയേൽക്കാൻ പോവുകയാണ്. സത്യപ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞു. അത് കഴിഞ്ഞും അദ്ദേഹം താൻ ഏറ്റെടുക്കാൻ പോകുന്ന വകുപ്പിൻ്റെ കാര്യം ഇത്രമാത്രം ഞാനത് സ്റ്റഡീഡാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ സ്റ്റഡി ചെയ്യാതെയാണോ മന്ത്രി അവതരിപ്പിച്ചത്? ഒറ്റ കാര്യം കൂടി, ഉടമസ്ഥനില്ലാത്ത അവസ്ഥയാണ് ആ വകുപ്പിനെന്ന് അദ്ദേഹം പറയുമ്പോൾ അതെന്ത് സന്ദേശമാണ് നൽകുന്നത്? അല്ല, നിയമസഭയ്ക്കകത്ത് മാത്രമാണെന്ന് പറഞ്ഞത് തെറ്റ്. ദുബായിൽ വെച്ച് പറഞ്ഞത്, ഗൾഫിൽ വെച്ച് പറഞ്ഞത് നിയമസഭയ്ക്കകത്താണോ? പത്തനാപുരത്ത് വെച്ച്
വിദ്യാഭ്യാസ മന്ത്രി ഇരുത്തിക്കൊണ്ട് പറഞ്ഞത് നിയമസഭയ്ക്ക് അകത്ത് വെച്ചാണോ? പൊതുമരാമത്ത് വകുപ്പിനെതിരെ പത്തനാപുരത്ത് വെച്ച് പറഞ്ഞത് നിയമസഭയ്ക്ക് അകത്ത് വെച്ചുകൊണ്ടാണ്. അപ്പോൾ അത്തരം അപക്വമായ പ്രസ്താവനകൾ നടത്തുന്നവരെ ജനങ്ങൾ ആ രീതിയിൽ തന്നെ വിലയിരുത്തും. അതിനെക്കുറിച്ച് ഞാനിപ്പോൾ അഭിപ്രായപ്പെടണം നടത്തേണ്ട കാര്യമില്ല. അങ്ങ് ചോദിച്ച പല ചോദ്യങ്ങളിലും അങ്ങ് തന്നെ പറയുന്നല്ലോ ഇത് ശരിയാണോ എന്നുള്ളത്. അപ്പോൾ ശരിയല്ല എന്ന് നിങ്ങൾക്ക് കൂടെ ബോധ്യമുള്ളതുകൊണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇത് കേൾക്കുന്ന ജനങ്ങൾക്ക് പല ഘട്ടത്തിലും, പ്രത്യേകിച്ച് ഗതാഗത വകുപ്പായതുകൊണ്ട് കൂടി ഇത് ശരിയല്ലേ എന്ന് തോന്നലുണ്ടാവും. കാരണം എന്ന് വെച്ചാൽ അത് ജനങ്ങളെ ഏറ്റവും ബാധിക്കുന്ന വകുപ്പാണ്. KSRTCക്ക് ഇത്രമാത്രം വരുമാനമുണ്ടല്ലോ, ഞങ്ങൾ പോകുന്ന സമയത്തൊക്കെ KSRTCയിൽ നല്ല തിരക്കാണല്ലോ, എന്നിട്ടും എന്തുകൊണ്ടാണ് അവിടെ പെൻഷനും ശമ്പളത്തിനും വേണ്ടി ഇങ്ങനെ ജീവനക്കാർ മുഖവിളി കൂട്ടുന്നത്? സർക്കാരിനെ എന്തുകൊണ്ട് ആശ്രയിക്കേണ്ടി വരുന്നു? സ്വന്തം കാലിൽ നിൽക്കാൻ എന്തുകൊണ്ട് KSRTC കഴിയുന്നില്ല? തുടങ്ങിയ ചോദ്യങ്ങൾ സാധാരണ ജനങ്ങൾ ഉന്നയിക്കും. എൻ്റെ ഉദാഹരണം ഞാൻ പറയാം. ഞാൻ കോട്ടയത്ത് പലതവണ ബസ് കാത്ത് നിൽക്കുന്ന സമയത്ത് രാത്രിയൊക്കെ ഇടിച്ച് കുത്തിയാണ് വണ്ടികൾ വരുന്നത്, KSRTC ബസ്സുകൾ. അപ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, ഇത്രയും വരുമാനം KSRTC കിട്ടുന്നുണ്ട്, എന്നിട്ട് ഈ വരുമാനമൊക്കെ എവിടെ പോകുന്നു? അപ്പോൾ ഈ ചുമതല ഏറ്റെടുക്കാൻ പോകുന്ന മന്ത്രി പറയുകയാണ് ഓട്ടയുണ്ട്, അത് ഞാൻ അടയ്ക്കും എന്ന്. അപ്പോൾ ഓട്ടയില്ലേ എന്ന് ജനങ്ങൾ സംശയിക്കില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ പുറത്താണല്ലോ അദ്ദേഹം ഇന്നലെ വരെ. അപ്പോൾ അകത്ത് കയറിയിട്ട് അദ്ദേഹം പറയട്ടെ. അത് മന്ത്രിസ്ഥാനം ചുമതലയേറ്റെടുത്തതിന് ശേഷം അദ്ദേഹം ഭരണം തുടങ്ങുന്നതല്ലേ ഉള്ളൂ. അടുത്ത തുടർ മാസങ്ങളിൽ ഇതിനേക്കാളും മെച്ചപ്പെടുത്തി അദ്ദേഹം കാണിക്കുമ്പോഴാണല്ലോ ജനങ്ങൾ വിലയിരുത്തുന്നത്. ഏതായാലും ഞാൻ ഇറങ്ങുമ്പോൾ ഒരു ശമ്പള കുടിശ്ശികയില്ല. എനിക്ക് തോന്നുന്നു പലതും തെറ്റിദ്ധാരണകളെന്ന് പറയുന്നതാണ്. പെൻഷൻ കുടിശ്ശികയുണ്ടെന്നത്. പെൻഷൻ കുടിശ്ശിക എവിടെയാണ്? പെൻഷൻ നവംബർ വരെയുള്ള കൊടുത്തു തീർത്തില്ലേ? നവംബർ വരെയുള്ള പെൻഷൻ കൊടുത്തു തീർത്തു. ഇനി ഈ മാസം ഡിസംബറിലുള്ള പെൻഷൻ മാത്രമേ കൊടുക്കാനുള്ളൂ. പക്ഷേ ആരോ തെറ്റിദ്ധരിപ്പിച്ച് മാസങ്ങളോളം പെൻഷൻ കുടിശ്ശിക ഉണ്ടെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഇതേക്കുറിച്ച് അത് ഗണേഷ് കുമാർ പറയുന്നുണ്ട്. അതാണ് ഞാൻ പെൻഷൻ കുടിശ്ശിക എന്നല്ല, പെൻഷൻ കാൽക്കുലേറ്റ് ചെയ്തതിൽ പ്രശ്നമല്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇതേക്കുറിച്ചൊന്നും തന്നെ പഠിക്കാതെ, കാര്യങ്ങൾ മനസ്സിലാക്കാതെ, കണക്കില്ലെന്നാണ് പറയുന്നത്. ഞാൻ അധികാരത്തിൽ വരുമ്പോൾ 2014-15 വരെയുള്ള ഓഡിറ്റ് ചെയ്തിരുന്നുള്ളൂ. ഞാൻ വരുമ്പോൾ എൻ്റെ പൂർവികന്മാരാണല്ലോ, ഇവരുൾപ്പെടെ എല്ലാ പൂർവികന്മാരാണല്ലോ. ഞാൻ വരുമ്പോൾ 2014-15 വരെയുള്ള ഓഡിറ്റാണ് പൂർത്തിയാക്കിയിരുന്നത്. അപ്പോൾ 6 വർഷത്തെ കുടിശ്ശികയായിരുന്നു. ഞാനിപ്പോൾ ഇപ്പോൾ 2022, 21 വരെയുള്ള ഓഡിറ്റിംഗ് പൂർത്തിയാക്കി AGക്ക് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ കണക്കില്ലെങ്കിൽ ഓഡിറ്റ് ചെയ്യാൻ പറ്റുമോ? ഇതൊക്കെ ആരെങ്കിലും പറയുന്ന വിവരക്കേടുകൾ കേട്ട് എന്തെങ്കിലും പറയുന്ന രീതിയാണ് ഇപ്പോൾ ഉള്ളത്. ഇതിനൊന്നും തന്നെ ഒരു മറുപടി പറയേണ്ട കാര്യം. ഇതൊക്കെ കാലം മറുപടി പറയും ഇതിനൊക്കെ. ഏതായാലും ഗതാഗത വകുപ്പിൽ ഈ 2.5 വർഷക്കാലം കൊണ്ട് നടത്തിയ പരിഷ്കാരങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ അധികാരം ഏറ്റെടുത്തതിന് ശേഷം ബൾക്ക് പർച്ചേസ് ഇനത്തിൽ KSRTCക്ക് ഡീസൽ വിലയിൽ ഏതാണ്ട് 15% തുക കൂടുതലായി നൽകേണ്ടി വന്നു. അന്ന് വരെ ഇല്ലാത്തതാ. ശമ്പള പരിഷ്കരണം ഞാൻ വന്നതിന് ശേഷം നടപ്പിലാക്കിയത്. അധിക സാമ്പത്തിക ബാധ്യതയാണ് പ്രതിമാസം 15 കോടി രൂപ. അപ്പോൾ ഇത്തരം സാമ്പത്തിക ബാധ്യതകൾ അഡീഷണലായിട്ട് ഏറ്റെടുത്തുകൊണ്ടാണ് ഈ പ്രസ്ഥാനം ഇതുവരെ മുന്നോട്ട് പോയത്. എന്നിട്ടും ഞാൻ ഇറങ്ങുമ്പോൾ 1 രൂപയുടെ ശമ്പള കുടിശ്ശികയില്ല, 1 മാസത്തെ പെൻഷൻ കുടിശ്ശികയില്ല. പിന്നെ എവിടെയാണ് എന്താണ് ഉള്ളതെന്നായി അവിടെ സർക്കാരിനെ ആശ്രയിക്കേണ്ടി വരുന്നുണ്ട്. സർക്കാരിന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്ത് ഈ കുടിശ്ശികകൾ വീണ്ടും ഞാനല്ലേ മന്ത്രിയായിരിക്കുന്നത്. അങ്ങനെയല്ലോ. KSRTC സ്വന്തം കാലിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ KSRTCക്ക് പറ്റുന്നില്ല. KSRTC സ്വന്തം കാലിൽ നിന്ന കാലഘട്ടം ഏതാ ഉള്ളത്? ഏത് കാലഘട്ടത്തിലാണ്? എല്ലാവരും അവകാശപ്പെടുന്നുണ്ടല്ലോ ഞങ്ങൾ വരുമ്പോൾ. നിങ്ങൾ ചരിത്രം പരിശോധിക്കുക. KSRTC ഏത് കാലഘട്ടത്തിലാണ് സ്വന്തം ഞാൻ അധികാരത്തിൽ വരുമ്പോൾ കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് LDF ഗവൺമെൻറ് 5 വർഷക്കാലം 5000-ഓളം കോടി രൂപ KSRTC സഹായിച്ചില്ലേ? സ്വന്തം കാലിൽ നിന്നെങ്കിൽ 5000 കോടി രൂപ സഹായിക്കുമോ? അപ്പോൾ പിന്നെ എങ്ങനെ ഇത് ഞാൻ വസ്തുതകൾ പഠിക്കുക. എന്താണ് ഈ KSRTCയിലെ ഓട്ട എന്താണ്? അത് ഓട്ട ഉണ്ടെന്ന് പറയുന്നവരല്ലേ പറയേണ്ടത്. ഞാൻ ഓട്ട ഉണ്ടെന്ന് പറഞ്ഞു. ഓട്ടയുണ്ടെന്ന് പറയുന്നയാൾ KB ഗണേഷ് കുമാർ, അദ്ദേഹം KSRTC ഭരിച്ച കാലത്ത് നല്ല മന്ത്രി എന്ന രീതിയിൽ പേരെടുത്തയാളാണ്. പറഞ്ഞാലാവൂലല്ലോ. അത് ജനം പറയട്ടെ, വിലയിരുത്തട്ടെ. ജനം വിലയിരുത്തല്ലേ? ജനം വിലയിരുത്തട്ടെന്ന്. നിങ്ങൾ ആരെങ്കിലും കയറി ആരെങ്കിലും കുറിച്ച് അങ്ങനെ വിലയിരുത്തേണ്ട കാര്യമില്ലല്ലോ. ജനം വിലയിരുത്തട്ടെ. ജനം വിലയിരുത്തി കാര്യങ്ങൾ ബോധ്യപ്പെടാൻ പോവുകയാണല്ലോ. ഞാനിപ്പോൾ അദ്ദേഹം മോശമായ മന്ത്രിയൊന്നും ഞാൻ പറയുന്നില്ല. അദ്ദേഹം നല്ല മന്ത്രിയായി തന്നെ വരണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ ഇന്നത്തെ ഈ സാഹചര്യങ്ങൾ മനസ്സിലാക്കാതെ എടുത്തു ചാടി ഇത്തരം അബദ്ധങ്ങൾ പറയുന്നതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. കാരണം ഈ ആളുകൾ കേട്ടാത്തൊന്നും പെൻഷൻ കുടിശ്ശിക എവിടെയുള്ളതുണ്ടോ? അത് പറഞ്ഞില്ല. അതിനെതിരെ ആരും പറഞ്ഞില്ലോ. ഈ മാധ്യമങ്ങൾ പോലും ഇത് പഠിക്കുന്നില്ല എന്നുള്ളതാണ്. ചോദിക്കണ്ടേ തിരിച്ച്? ഏത് മാസത്തെ പെൻഷൻ കുടിശ്ശികയാണുള്ളതെന്നുള്ളത് തിരിച്ച് ചോദിക്കണ്ടേ? അതാരും ചോദിച്ചില്ലല്ലോ. പെൻഷൻ കുടിശ്ശിക കാരണം റിട്ടയർ ചെയ്ത ജീവനക്കാർ ബുദ്ധിമുട്ടിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഞാൻ പറയുന്നത് ഇപ്പോൾ ഞാൻ ഇറങ്ങുമ്പോൾ പെൻഷൻ കുടിശ്ശികയുണ്ടോ? പെൻഷൻ കുടിശ്ശികയില്ല. ശമ്പള കുടിശ്ശികയുണ്ടോ? ഇല്ല. പിന്നെ ഏത് കാലഘട്ടത്തെക്കുറിച്ചാണ് ഇത് പറയുന്നത്? ഗഡുക്കളായിട്ടാണ് ഇപ്പോഴും അല്ലേ? അതെ, 2 ഗഡുക്കളായിട്ടാണ് ഉള്ളത്. 2 ഗഡുക്കളായിട്ടാണ് ഗവൺമെൻറ് സഹായിക്കുന്നത്. ഞാൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗമല്ലേ? ഞാൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിരുന്നുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ പരമാവധി സഹായം ചെയ്തുകൊണ്ട് അതിനെ നിലനിർത്തി കൊണ്ടുപോകുകയല്ലേ? ചെറിയ കാര്യമാണോ അത്? ചെറിയ കാര്യമല്ലോ. അതിനിടയ്ക്ക് 2017 ശേഷം ആദ്യം 545 ബസ്സുകൾ വാങ്ങിച്ചത് ഇപ്പോഴാണല്ലോ. അത് ചെറിയ കാര്യമാണോ അത്?
ബസ്സുകൾ വാങ്ങിക്കുന്നു, ബസ്സുകൾ ഒരുപാട് വാങ്ങിക്കുന്നു. പിന്നെ ഈ റൂട്ടുകൾ അത് ശാസ്ത്രീയമായ രീതിയിലല്ല റൂട്ടുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ആളില്ലാത്ത റൂട്ടുകളിൽ വണ്ടി വിടുന്നു സ്ഥിരമായിട്ട്. ഏത് സമയത്താണോ ബസ്സുകൾ തിരക്കുള്ള സമയം അത് കണ്ടറിഞ്ഞ് ചെയ്യുന്നില്ല. ഇതൊക്കെ ജനങ്ങളിൽ നിന്ന് തന്നെ കിട്ടുന്ന ഫീഡ്ബാക്കുകളാണ് ആണല്ലോ. താങ്കൾക്കത് കൈകാര്യം ചെയ്യുവാൻ ബുദ്ധിമുട്ടുണ്ടായോ? ഈ മാനേജ്മെന്റിൽ നിന്നുള്ള ആ ഒരു സഹകരണം താങ്കൾക്ക് കിട്ടിയില്ലേ? താങ്കൾ ചില സമയത്ത് പ്രസ്താവനകൾ നടത്തിയ ഞാൻ ഓർക്കുന്നുണ്ട്. മാനേജ്മെന്റ് ആണല്ലോ ഈ KSRTC നയിച്ചുകൊണ്ട് പോകേണ്ടത്. ഞാനൊരു മന്ത്രി എന്ന നിലയിൽ അല്ലേ ഉള്ളൂ, അവരാണല്ലോ കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന്. അതെന്താണ് താങ്കൾക്ക് അങ്ങനെ ഒരു ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിരുന്നു? അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറയാത്തൊന്നും എൻ്റെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നിങ്ങൾ വ്യാഖ്യാനിക്കും. മാനേജ്മെന്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്. മാനേജ്മെന്റാണ് ദൈനംദിന കാര്യങ്ങൾ നോക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. നയപരമായ കാര്യങ്ങൾ തീരുമാനിക്കുന്നതാണ് ഗവൺമെന്റ്. പിന്നെ അങ്ങ് പറഞ്ഞു ആളില്ലാത്ത റൂട്ടുകളിൽ ബസ് വിടുമെന്ന്. KSRTC ഓടിക്കുന്നത് ആളുള്ള റൂട്ടിൽ ബസ് വിടാൻ മാത്രമല്ല, സാമൂഹ്യ പ്രതിബദ്ധതയുള്ള റൂട്ടുകൾ ഏറ്റെടുത്ത് KSRTC നടത്തണം. കാരണം കുഗ്രാമങ്ങളിൽ, മലയോര മേഖലകളിൽ, വനമേഖലകളിൽ അവിടെയൊക്കെ ഒറ്റപ്പെട്ട് താമസിക്കുന്ന ആളുകൾക്ക് യാത്രാ സൗകര്യം ഒരുക്കി കൊടുക്കാനുള്ള ബാധ്യത KSRTCക്ക് ഉണ്ട്. അതിനാണ് KSRTCക്ക് ഗവൺമെൻറ് ധനസഹായം നൽകുന്നത്. അല്ലാതെ പ്രൈവറ്റ് പിന്നെ ബസ് യാത്രക്കാരെ പോലെ രാത്രി 6 മണിക്ക് വൈകുന്നേരം അവസാനിപ്പിക്കാനും രാവിലെ 8 മണിക്ക് ശേഷം യാത്ര കാത്തു നിൽക്കുന്ന സമയത്ത് ബസ് ഇല്ലതാനും അല്ലെങ്കിൽ കോൺവോയ് ആയിട്ട് ബസ്സുകൾ ഓടുകയും. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ പറയുന്നതിനകത്ത് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, പ്രൈവറ്റ് ബസ്സുകൾ എന്തുകൊണ്ടാണ് വൈകുന്നേരം 6 മണിക്ക് ശേഷം ഓടാത്തത്? പ്രൈവറ്റ് ബസ്സിനെയും KSRTC എന്തുകൊണ്ടാണ് രാത്രി 11 മണിക്കും 12 മണിക്കും 1 മണിക്ക് ഓടുന്നത്? കാരണം ജനങ്ങൾക്ക് ആളുകളുടെ എണ്ണം നോക്കിയല്ല, എണ്ണം നോക്കാതെ സാമൂഹ്യ പ്രതിബദ്ധതയോടെ യാത്രാ സൗകര്യം ഒരുക്കേണ്ട ബാധ്യത പൊതുഗതാഗത സംവിധാനത്തിനുണ്ട്. അങ്ങനെ ഈ വിമർശനം ഉന്നയിച്ചുകൊണ്ട് ഒരു മന്ത്രി അധികാരമേൽക്കുമ്പോൾ അത് മുന്നണി മര്യാദയുടെ ലംഘനമാണ് എന്ന് താങ്കൾക്ക് എന്തുകൊണ്ട് അത് മുഖ്യമന്ത്രിയോട് പറയുവാൻ പറ്റുന്നില്ല? എനിക്ക് മുന്നണി മര്യാദ ഉള്ളതുകൊണ്ട് പക്ഷേ താങ്കളെ അത് വിഷമിപ്പിച്ചിട്ടുണ്ട്. എനിക്കൊരു വിഷമവുമില്ല. കാരണം എൻ്റെ വ്യക്തിപരമായ കാര്യമല്ലല്ലോ. ആൻ്റണി രാജു എന്നുള്ളൊരു വ്യക്തിയല്ലല്ലോ. ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ട് മന്ത്രിയായ ആളാണ്. നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, ഞാൻ ആദ്യത്തെ മന്ത്രിയാകാൻ ആഗ്രഹിച്ച ഒരാളല്ല. മന്ത്രിയാകാൻ ആഗ്രഹിച്ച് നഷ്ടം ബോധം ഉള്ളവർക്കാണ് ഈ അങ്കലാപ്പുള്ളത്. എന്നെ സമയത്ത് ഒരു അങ്കലാപ്പും ഇല്ല ഈ കാര്യത്തിൽ. അല്ല, അങ്ങനെയല്ലല്ലോ. ഈ അങ്കലാപ്പുള്ളതെന്ന് പറഞ്ഞാൽ KB ഗണേഷ് കുമാർ ആദ്യ ടൈമിൽ മന്ത്രിയാകും എന്നുള്ള ധാരണ ഇല്ലായിരുന്നുവല്ലോ. എന്നാരും അല്ല, ഞാൻ ആവശ്യപ്പെട്ടിരുന്നില്ലല്ലോ. ആദ്യം മന്ത്രിയാകാൻ ആവശ്യപ്പെട്ടിരുന്നല്ലോ ഇവരെല്ലാം. LDF യോഗത്തിൽ തന്നെ കടന്നപ്പള്ളിയുടെ പാർട്ടിയും ഗണേഷ് കുമാറിൻ്റെ പാർട്ടിയും LDF യോഗത്തിനകത്ത് ആവശ്യപ്പെട്ടിരുന്നല്ലോ ഞങ്ങൾക്ക് ആദ്യ ടൈമിൽ മന്ത്രിയാകണം. എൻ്റെ ഊഴം വന്നപ്പോൾ ഞാനെന്താ പറഞ്ഞത്, എനിക്ക് മന്ത്രിയാകണ്ട എന്ന്. അങ്ങനെ കേരള രാഷ്ട്രീയത്തിൽ പറഞ്ഞ ഒരേ ഒരാൾ ഞാനേ ഉള്ളൂ എന്നുള്ളത് മനസ്സിലാക്കണം. അതുകൊണ്ട് ഇതൊക്കെ അപ്പോൾ അന്ന് മന്ത്രിയാകാൻ കഴിയാത്തതിൻ്റെ ഒരു ഉത്കണ്ഠയും ഇത് മന്ത്രിയായിട്ട് 2.5 വർഷം കഴിഞ്ഞ് വരാൻ പറ്റുമോ എന്നുള്ള ഒരാകാംക്ഷയും KB ഗണേഷ് കുമാറിനെ അലട്ടിയിട്ടുണ്ട്. അത് നിങ്ങളുടെ അഭിപ്രായം അല്ല, അങ്ങനെ നിങ്ങളുടെ അഭിപ്രായമാണ്. അല്ലെങ്കിൽ താങ്കൾക്കെതിരെ എന്തിനാണ് അദ്ദേഹം ഇങ്ങനെ ആരോപണം ഉന്നയിക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്കൊരു അഭിപ്രായം പറയാം, അതിനുള്ള സ്വാതന്ത്ര്യം. ഞാനതിനൊന്നും എതിർക്കുന്നില്ല. നിങ്ങളുടെ അഭിപ്രായം ഞാനെന്തിനെ എതിർക്കണം? അത് തുടക്കം മുതൽ തന്നെ അങ്ങനെ ഒരു ഞാൻ പോട്ടെ, ഈ ഗതാഗത വകുപ്പ് എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു വകുപ്പാണ്. താങ്കൾ പറയുമില്ല എന്ന് ചിലപ്പോൾ പറയുമായിരിക്കും അല്ലേ? അങ്ങനെ കാര്യമായ ബുദ്ധിമുട്ടുള്ള വകുപ്പാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ ആദ്യം മുതൽ തന്നെ ഈ വകുപ്പിനെ ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ട് ഇതിനെതിരെ എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടണം എന്ന ഉദ്ദേശത്തോടു കൂടി ഒരു ലോബി പുറത്ത് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നോ ഇല്ലയോ? അത് ഒരു വകുപ്പിനെതിരെയല്ല. സ്വാഭാവികമായിട്ടും ഒരു ഗവൺമെൻറ് പ്രതിപക്ഷമല്ല ഞാൻ പറഞ്ഞത്. ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ ആ ഗവൺമെൻറ്റിൻ്റെ വകുപ്പുകൾക്കെതിരെ കുറ്റങ്ങൾ കണ്ടെത്താനുള്ള പരിശ്രമം പല ഭാഗത്തു നിന്നുണ്ടാവും. അത് പ്രതിപക്ഷത്തു നിന്നുണ്ടാകാം, ഭരണപക്ഷത്തു നിന്നുണ്ടാകാം. അതൊക്കെ സ്വാഭാവികമല്ലേ, അതൊക്കെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമല്ലേ. അതിന് നമ്മൾ അങ്ങനെ മാത്രം കണ്ടാൽ മതി. അല്ലാതെ ഇതിന് നമ്മൾ അതിലോട്ട് നോക്കി നമുക്കിരിക്കാൻ കഴിയില്ല. നമ്മൾ നമ്മുടെ ജോലിയായിട്ട് മുമ്പോട്ട് പോകുക എന്നുള്ളതേ ഉള്ളൂ. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹം പറഞ്ഞ കുറേ കാര്യങ്ങൾ പോസിറ്റീവായിട്ടും അതിനകത്ത് എടുക്കണം. ഇപ്പോൾ ഓട്ട അടയ്ക്കണം എന്ന് പറയുമ്പോൾ ഓട്ടയുണ്ട് എന്നുള്ള കാര്യം വെളിയിലും ആളുകൾക്ക് അറിയാവുന്ന കാര്യമാണ്. കാരണം വരുമാനം കിട്ടുന്നു, പക്ഷേ അത് ചെലവ് കൂടുതലായിട്ട് വരുന്നു. അതാണല്ലോ പ്രശ്നമാകുന്നത്. അതുകൊണ്ടാണല്ലോ KSRTCയുടെ കയ്യിൽ ഒന്നും ഇല്ലാതെ പോകുകയും സർക്കാരിൽ നിന്ന് പണം മേടിക്കേണ്ടി വരികയും ചെയ്യുന്നത്. അത് ഒഴിവാക്കുമെന്ന് ഒരാൾ പറയുമ്പോൾ അതിനെ പോസിറ്റീവായിട്ട് കാണണം. ഏതായാലും ഞാൻ മന്ത്രിയായിരുന്ന് അഴിമതി കേസിൽപ്പെട്ട് ജയിലിൽ പോയ ഒരാളല്ലല്ലോ ഞാൻ. എൻ്റെ പേരിൽ ഒരു അഴിമതി ആരോപണം ഇതുവരെ ഉയർന്നിട്ടില്ലല്ലോ. എൻ്റെ പേരിൽ ഒരു അഴിമതി കേസും ഇപ്പോൾ നിലവിലില്ലല്ലോ. എൻ്റെ പേരിൽ ഒരു അഴിമതി ആരോപണം ഇന്നുവരെ ആരും ഉന്നയിച്ചിട്ടുമില്ലല്ലോ. അതുകൊണ്ട് ഇതൊക്കെ, അതാണ് ഞാൻ പറഞ്ഞത്, ഗാലറിയിലിരുന്ന് കളി കാണുന്നവർക്ക് എന്തും പറയാൻ പറ്റും. കളി തുടങ്ങുമ്പോഴല്ലേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത്. അങ്ങനെ ഓട്ടയില്ല എന്ന് തന്നെയാണ് താങ്കൾ പറയുന്നത്? എൻ്റെ അനുഭവത്തിൽ അങ്ങനെ ചോർച്ചയുള്ളതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ചോർച്ച ഉണ്ടെങ്കിൽ ഞാൻ അടയ്ക്കാൻ ശ്രമിക്കുമായിരുന്നല്ലോ. ഇപ്പോൾ ഈ കണക്കില്ല, മാനുവലായിട്ടാണ് എല്ലാം നടക്കുന്നത്. സോഫ്റ്റ്വെയർ ഇല്ല,
ഇത്തരമുള്ള കാര്യങ്ങളൊക്കെ അതാണ് ഞാൻ പറഞ്ഞത്. ഇതേക്കുറിച്ച് അജ്ഞതയിൽ നിന്നും ഉറവിടുന്ന വാക്കുകളാണിത്. അവിടെ സോഫ്റ്റ്വെയറുമായി പിന്നെ നമ്മുടെ ഓഡിറ്റിംഗ്, ഞാൻ പറഞ്ഞല്ലോ, അതായത് 2013-14 വരെയുള്ള ഓഡിറ്റിംഗ് മാത്രമാണ് ഞാൻ വരുമ്പോൾ നടത്തിയിരുന്നത്. ഇപ്പോൾ ഞാൻ ഇറങ്ങുമ്പോൾ 2021-22 ഓഡിറ്റിംഗ് പൂർത്തിയാക്കി AGക്ക് നൽകി കഴിഞ്ഞ് ഞാൻ ചോദിക്കട്ടെ, കണക്കില്ലാത്തൊരു സ്ഥാപനത്തിൽ എങ്ങനെയാണ് ഓഡിറ്റിംഗ് പൂർത്തിയാക്കി AGക്ക് സമർപ്പിക്കാൻ കഴിയുക? IT GST റിട്ടേണുകൾ മുഴുവൻ ഫയൽ ചെയ്ത് കഴിഞ്ഞു. പിന്നെ ആധുനികവൽക്കരണത്തിന് കമ്പ്യൂട്ടറൈസേഷൻ പൂർത്തിയാക്കി കഴിഞ്ഞ് ERP സോഫ്റ്റ്വെയർ സംവിധാനം നടപ്പിലാക്കിയത് ഇപ്പോഴാണ്, ഞാൻ വന്നതിന് ശേഷമാണ്. GSparkലൂടെ 2022 ജനുവരി മുതലാണ് പിന്നെ ശമ്പളവും സർവീസ് കാര്യങ്ങളും നോക്കി തുടങ്ങുന്നത്. ഇതിനു മുമ്പ് ഇരുന്നവരാരും ചെയ്തിട്ടില്ലതൊന്നും. പിന്നെ ഓൺലൈനായി വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ കൊടുത്തത് ഈ കാലഘട്ടത്തിലാണ്. സോഫ്റ്റ്വെയറിലൂടെ ബസ്സുകളുടെ ക്രമീകരണം, സമയക്രമങ്ങൾ അറിയാൻ കഴിയുന്നത് ഈ കാലഘട്ടത്തിലാണ്. ഫോൺ പേ സംവിധാനം ഞാനാണ് ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നത്. സ്മാർട്ട് ട്രാവൽ കാർഡ് ഞാനാണ് ഇംപ്ലിമെൻ്റ് ചെയ്തത്. ഗൂഗിൾ മാപ്പിലൂടെ ബസ്സുകളുടെ വിവരങ്ങൾ അറിയുന്നത് ഇപ്പോഴാണ്. ഈ സാലറി കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ സാലറി കൃത്യമായിട്ട് ഈ മറ്റ് സർക്കാർ ജീവനക്കാർക്ക് കിട്ടുന്നത് പോലെ കിട്ടില്ല. കേരളത്തിലെ എത്ര പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഇപ്പോൾ മാസങ്ങളായി സാലറി ഇല്ലാത്ത അവസ്ഥയുണ്ടെന്നുള്ളത് നിങ്ങൾക്കറിയാമോ? പക്ഷേ KSRTCയിൽ അങ്ങനെ ഒരു അവസ്ഥ ഇല്ലല്ലോ. ഒന്നുമില്ലെങ്കിലും കൃത്യമായിട്ട് 2 ഗഡുവായിട്ട് കിട്ടുന്നു എന്നുള്ളത് ഉറപ്പുവരുത്തിയിട്ടില്ലേ? അതൊരു ഗഡുവാക്കാൻ ശ്രമിക്കണം, നല്ലതാണ്. 1-ാം തീയതി തന്നെ കൊടുക്കാൻ കഴിയുമെങ്കിൽ നല്ലതാണ്. ഇനിയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് തുടർച്ചയായി 1-ാം തീയതി തന്നെ ശമ്പളം കൊടുക്കാൻ കഴിഞ്ഞാൽ നല്ലതാണ്. ആ ഒരു വെല്ലുവിളി അദ്ദേഹം ഏറ്റെടുക്കണം. അല്ലല്ല, നല്ലതാണ്. കാരണം വെച്ചാൽ അതുപോലെ തന്നെ പെൻഷനും കുടിശ്ശികയില്ലാതെ കൊടുക്കാൻ കഴിഞ്ഞാൽ നല്ലതാണ്. അതിന് ഇതുവരെയുള്ള പഴയ കുടിശ്ശികകൾ, ഞാൻ വന്നതിന് ശേഷം, ഞാൻ വരുമ്പോൾ 3150 കോടി രൂപയുടെ ബാങ്ക് കുടിശ്ശികയാണ് ഉണ്ടായിരുന്നത്. അത് ഞാൻ വന്നതിന് ശേഷം അത് കുറച്ചുകൊണ്ടൊന്ന് പണം കുറേ അടയ്ക്കുകയാണ് ചെയ്തത്. താങ്കൾ നേരത്തെ പറഞ്ഞു, ഈ കണക്കുകൾ താങ്കൾ പറയുമ്പോൾ പ്രതിപക്ഷം താങ്കൾക്കെതിരെ വലിയ രീതിയിൽ ആരോപണം ഉന്നയിച്ചിട്ടില്ല. 1-2 കാര്യങ്ങൾ. ഇപ്പോൾ AI ക്യാമറയുടെ കാര്യത്തിൽ സ്വാഭാവികമായിട്ടും സർക്കാരിനെതിരെ ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് മന്ത്രിക്കെതിരെയും കാര്യങ്ങൾ വരും. പക്ഷേ അതിൽ താങ്കൾ പറഞ്ഞു താങ്കളുടെ കാലത്തല്ല അത് വന്നിരിക്കുന്നത് എന്ന്, അനുമതി കൊടുത്തത് അതിന് മുമ്പായിരുന്നു എന്ന്. അത് പറഞ്ഞ് പിന്നെ താങ്കൾക്കെതിരെയുള്ള ആരോപണം അത്ര കടുത്തില്ല. പിന്നെ താങ്കൾക്കെതിരെയുള്ള ഈ തെളിവ് മാറ്റിവെക്കൽ തുടങ്ങിയ പഴയ കേസുകളുടെ കാര്യം മാത്രമാണ്. അപ്പോൾ പ്രതിപക്ഷം പോലും താങ്കൾ പറയുന്ന പോലെ അത്ര കാര്യമായിട്ട് താങ്കളെ ആക്രമിക്കാത്ത സമയത്ത് ഭരണപക്ഷത്ത് നിന്നുള്ള ഒരാൾ താങ്കളെ സെലക്ട് ചെയ്ത് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായിക്കോട്ടെ, അതല്ലേ ഞാൻ പറഞ്ഞത്. അല്ല, അങ്ങനെ പ്രതിപക്ഷം ആരോപണം ഉന്നയിക്കുന്നതിനേക്കാൾ കട്ടിയായിട്ട് ജനങ്ങൾ വിശ്വസിക്കുന്നത് സ്വന്തം മുന്നണിയിൽ നിന്ന് ഒരാൾ ആരോപണം ഉന്നയിക്കും. ഞാൻ പറഞ്ഞത് കായ്ക്കുന്ന മാവിനിട്ടല്ലേ കല്ലെറിയുള്ളൂ. പിന്നെ എന്നെക്കുറിച്ചും ഗണേഷ് കുമാറിനെക്കുറിച്ചും ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അത് ജനങ്ങൾ നന്നായിട്ട് വിലയിരുത്തും. അതാണ് ഞാൻ ഒരു മുന്നണിക്കകത്ത് നിന്നുകൊണ്ട് ഇങ്ങനെ മുന്നണിക്കകത്തുള്ള ഏതെങ്കിലും ഒരു വകുപ്പിനെക്കുറിച്ച് പറയാമോ എന്നുള്ളതൊക്കെ അവനവനല്ലേ ചിന്തിക്കേണ്ടത്. അവനവൻ മാത്രമല്ല, മുന്നണിയും തീരുമാനം. അല്ലല്ല, ഞാൻ ചോദിക്കട്ടെ, പറയുന്ന ആളല്ലേ ചിന്തിക്കേണ്ടത്. മുന്നണിക്ക് അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ നല്ല വിലയിരുത്തലുണ്ട്, ഇനിയും ഉണ്ടാകും. പക്ഷേ അതുകൊണ്ട് ഒരു മുന്നണിക്കകത്ത് ഒരു മുന്നണിയിൽ അച്ചടക്കം പാലിക്കേണ്ടത് എങ്ങനെയാണ്, മുന്നണി മര്യാദ എന്താണ്, ഇത്തരം ബാലപാഠങ്ങൾ എല്ലാവരും പഠിച്ചിരിക്കണം ഒരു മുന്നണിയിൽ നിൽക്കുമ്പോൾ. അല്ല, അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തെ ഈ രീതിയിൽ പറയാൻ അനുവദിക്കുന്നു എന്നേ പറയാൻ കഴിയുകയുള്ളൂ. കാരണം അദ്ദേഹത്തെ ആരും വിലക്കിയിട്ടില്ല ഇതേക്കുറിച്ച്. അങ്ങനെയാണെങ്കിൽ ഈ സംഭവങ്ങൾ വെളിയിൽ വരട്ടെ എന്ന് മുന്നണിയിലെയും ചില ആലോചിക്കും. അതൊക്കെ നമ്മൾ തെറ്റായ വ്യാഖ്യാനങ്ങളാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തെ തടയണ്ട. അതൊക്കെ ഞാൻ പറയട്ടെ, അതൊക്കെ ഓരോരുത്തരുടെ പിന്നെ ഇത്തരം അഭിപ്രായ പ്രകടനങ്ങളെ മുന്നണിയും വിലയിരുത്തും, ജനങ്ങളും വിലയിരുത്തും, പൊതുസമൂഹവും വിലയിരുത്തും. പ്രധാന മാധ്യമ പ്രവർത്തകനായ അങ്ങ് പോലും ഇത്തരം ചോദ്യം ചോദിക്കാൻ ഇടയായ സാഹചര്യം എന്താണ്? ഇത് ശരിയല്ല എന്ന് അങ്ങേക്ക് ബോധ്യമുള്ളതുകൊണ്ട് മാത്രമല്ല, ശരിയല്ല എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. അദ്ദേഹം ഇങ്ങനെ പറയുമ്പോൾ, മുന്നണിക്കകത്ത് ഇങ്ങനെ പറയുമ്പോൾ ആ മുന്നണിയിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നാണ്. മുന്നണിക്കകത്ത് നിന്നുകൊണ്ട് ഇങ്ങനെ പറയാമോ എന്ന് ചോദിച്ചല്ലോ. ആ ചോദ്യം ചോദിക്കേണ്ട എന്നോടല്ല, അത്തരം ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന ആളോടാണ് ചോദിക്കേണ്ടത്. അങ്ങനെ പറയാൻ പാടില്ല. ഞാൻ അതേ ചോദിച്ചുകൊണ്ടാണ് പറഞ്ഞത്. അതേ നാണയത്തിൽ ഞാൻ മറുപടി പറഞ്ഞാൽ പിന്നെ ഞാനും അദ്ദേഹം തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഞാൻ അദ്ദേഹത്തിൻ്റെ എത്രയോ കാലം മുമ്പേ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ ഒരാളാണ്. അദ്ദേഹം 66-ലാണ് ജനിച്ചത്, ഞാൻ 72 രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയതാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ പിതാവ് ബാലകൃഷ്ണനോടൊപ്പം ഒരു പാർട്ടിയിൽ 72 മുതൽ പ്രവർത്തിച്ച ആളാണ്. ബാലകൃഷ്ണയോടൊപ്പം നിയമസഭയിൽ 96-2021 കാലഘട്ടത്തിൽ ഒരുമിച്ച് നിയമസഭയിൽ പ്രവർത്തിച്ച ആളാണ്. അപ്പം ഞാൻ കുറേ കൂടി പക്വത കാണിക്കണമല്ലോ. അത് മാത്രമല്ല, അതിൽ പക്വത എന്ന് പറയുമ്പോൾ താങ്കൾ പറഞ്ഞു അദ്ദേഹത്തെയും താങ്കളെയും ജനങ്ങൾ വിലയിരുത്തട്ടെ എന്ന്. അദ്ദേഹത്തെ 2001 മുതൽ ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട്. അദ്ദേഹത്തിന് ഒരു തെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിന് തോൽക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണം എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിക്കെതിരെ അദ്ദേഹം നടത്തിയ ചില നീക്കങ്ങളാണ്. അത് CBI പോലും ചില കണ്ടെത്തലുകൾ നടത്തിയിട്ടുണ്ട്. അദ്ദേഹം അതിലും പറയുന്നത് CBIയുടെ റിപ്പോർട്ടിൽ അദ്ദേഹത്തിൻ്റെ പേരില്ല എന്നാണ്. പക്ഷേ അദ്ദേഹത്തിനെതിരെയുള്ള പരാമർശങ്ങൾ തന്നെയാണ് അത്. കാരണം അദ്ദേഹത്തിൻ്റെ
കൂടെ ഉണ്ടായിരുന്ന ആളുകൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യവും CBI കൃത്യമായിട്ട് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മൊഴികളിൽ വിശ്വാസമില്ല എന്നും CBI കൃത്യമായിട്ട് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മാത്രമല്ല കേസ് നടക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാൾ ഉമ്മൻചാണ്ടിക്കെതിരെ ഒരു നീക്കം നടത്തിയ ആളെ ഇപ്പോൾ മന്ത്രിയായിട്ട് കൊണ്ട് വെക്കുന്നതിൽ അതിലും ചില അപാകതകളുണ്ട്. ആ വിഷയം പ്രതിപക്ഷം ഉന്നയിക്കുന്നുമുണ്ട്. പ്രതിപക്ഷം ഈ സത്യപ്രതിജ്ഞ ബഹിഷ്കരിച്ചതിന് തന്നെ കാരണം KB ഗണേഷ് കുമാറാണ്, കടന്നപ്പള്ളി അല്ല. ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന ഒരാളാണ്, ഒരു പാർട്ടിയുടെ പ്രവർത്തകനാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിത് പുതുതായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഒരു മന്ത്രിക്കെതിരെ ഒരു ഇൻ്റർവ്യൂ ചർച്ചയിൽ അഭിപ്രായം പറയാനല്ല ഞാനിരിക്കുന്നത്. അത് അദ്ദേഹം എന്തെങ്കിലും അപക്വമായ പ്രസ്താവനകളോ തെറ്റായ പ്രസ്താവനകളോ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ കാലം മറുപടി പറയുമെന്ന് എനിക്ക് പറയാനുള്ളൂ. അതിനൊന്നും ഇതിന് ഞാനും തിരിച്ച് മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാനും അദ്ദേഹം തമ്മിലുള്ള വ്യത്യാസം ജനങ്ങൾ വിലയിരുത്തട്ടെ എന്നതിലാണ്. അദ്ദേഹത്തിന് ജനങ്ങൾ കൈവിട്ടിട്ടില്ല. അല്ല, ഞാൻ ചോദിക്കട്ടെ, ജനങ്ങളെന്ന് പറയുമ്പോൾ ഒരു മണ്ഡലമല്ലല്ലോ ജനം, കേരളത്തിലെ ജനങ്ങളെ ഞാൻ ഉദ്ദേശിക്കുന്നത്, അല്ലാതെ ഒരു നിയോജക മണ്ഡലത്തിൽ ഞാൻ ജയിച്ച മണ്ഡലം അത് അറിയാമോ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചരിത്രത്തിൽ ജയിക്കാത്ത മണ്ഡലത്തിലാണ് ഞാൻ മത്സരിച്ചത്. അത് ആ മണ്ഡലം, ഇതേ മണ്ഡലം ഇടതുപക്ഷ മുന്നണിയും UDF LDF മാറി മാറി ജയിക്കുന്ന മണ്ഡലമാണ്. ഇവിടെ ഞാൻ 96 ജയിക്കുന്നത് വരെ, അതിനു മുമ്പ് എല്ലാ തെരഞ്ഞെടുപ്പിലും ഈ തിരുവനന്തപുരം ജില്ലയിൽ 14-ൽ 13 LDF ജയിക്കുമ്പോഴും തോറ്റുകൊണ്ടിരുന്ന ഒരു മണ്ഡലത്തിലാണ് ഞാൻ ജയിച്ചതെന്നുള്ള ആ ചരിത്രം മനസ്സിലാക്കുന്നവർ ഇത് പറയില്ല. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെ വലിയൊരു മന്ത്രിസ്ഥാനത്തിന് വേണ്ടി MLA സ്ഥാനത്ത് അങ്ങനെ ഞാൻ ആർത്തിപൂർണ്ണം നടക്കുന്ന ഒരാളുമല്ലെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. പക്ഷേ താങ്കൾ 5 വർഷവും ഈ മന്ത്രിസ്ഥാനത്ത് തുടരാൻ ആഗ്രഹിച്ചിരുന്നു? ഒരിക്കലും ഇല്ല എന്ന് പറഞ്ഞാൽ തെളിവല്ലേ ഞാൻ ആദ്യത്തെ ടൈം വേണ്ടാന്ന് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, 5 വർഷത്തിൽ മന്ത്രിസ്ഥാനം തുടരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ ആദ്യത്തെ 2.5 വർഷം വേണ്ടാന്ന് പറയുമോ? അങ്ങനെയല്ല, 2.5 വർഷത്തേക്ക് താങ്കളെ നിയോഗിച്ചതിന് ശേഷം താങ്കൾ ആഗ്രഹിച്ചിരുന്നു ഈ മന്ത്രിസ്ഥാനം തുടരണമെന്ന് താങ്കൾ ആഗ്രഹിച്ചിരുന്നു. ഞാൻ നിങ്ങളുടെ അഭിപ്രായം, എൻ്റെ അഭിപ്രായം അതല്ലല്ലോ. അതുകൊണ്ടാണ് ഒരു ദിവസം മുമ്പേ LDF യോഗത്തിന് മുമ്പേ ഞാൻ കൊണ്ടുപോയി രാജിക്കത്ത് കൊടുത്തത്. ഞാൻ എന്തിനാ ആഗ്രഹിക്കണം? ലത്തീൻ സഭയിലെ മോൺസിഞ്ഞോർ യൂജിൻ പെരേര ഒരു തവണ പറഞ്ഞു, താങ്കൾ ഈ 5 വർഷവും താങ്കൾക്ക് ഭരിക്കുന്നതിന് ആവശ്യമായ സഹായം ചെയ്തു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട് സഭയെ സമീപിച്ചിരുന്നുവെന്ന്. ഞാൻ തിരിച്ചൊരു മറുപടി പറഞ്ഞപ്പോൾ അതിന് മറുപടി അദ്ദേഹം പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞില്ല, തെളിയിക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം മാളത്തിൽ ഒളിച്ചു പോയില്ലേ? തെളിയിക്കാൻ പറയുന്നു എന്നൊക്കെ പറഞ്ഞാൽ വാക്കാൽ പറയുമ്പോൾ അദ്ദേഹത്തിന് തെളിയിക്കാൻ പറ്റും. ഇത് റെക്കോർഡ് അല്ലല്ലോ. ഇല്ലില്ല, എന്തെങ്കിലും അദ്ദേഹത്തെ പറഞ്ഞ സ്റ്റാൻഡിൽ ഉറച്ചു നിന്നെങ്കിൽ അദ്ദേഹം മറുപടി പറയുമായിരുന്നല്ലോ. എനിക്ക് ആ ഗതികേടൊന്നുമില്ല. അതൊക്കെ തെറ്റായ വ്യാഖ്യാനം. എന്നെ അറിയുന്നവരാരും അങ്ങനെ പറയില്ല. പക്ഷേ KB ഗണേഷ് കുമാർ അദ്ദേഹം ഞാൻ ആഘോഷിക്കുകയല്ലായിരുന്നു. ആഘോഷിക്കുന്നവർക്കേ അത് ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. ആരാഘോഷിക്കുന്നു? അല്ല, ആഘോഷിക്കുന്നവർക്ക് ഈ പറയുന്ന കൂടുതൽ കാലം ഇരിക്കണം എന്നുള്ള ആഗ്രഹം വരേണ്ട കാര്യമുള്ളൂ. എനിക്കങ്ങനെയല്ലല്ലോ. ഞാൻ MLA ആയി തുടരുകയാണ് തിരുവനന്തപുരം പോലുള്ളൊരു മണ്ഡലത്തിൽ. കേരളത്തിലെ ഏറ്റവും നമ്പർ 1 മണ്ഡലമാണ് തലസ്ഥാന മണ്ഡലം, സെക്രട്ടേറിയറ്റ് ഉൾപ്പെടുന്ന മണ്ഡലം. ആ മണ്ഡലത്തിലെ MLA ആയിട്ട് ഞാൻ തുടരുകയാണെന്നുള്ള ഓർമ്മ വേണം. ഞാനല്ലാതെ മന്ത്രി കസേര നേരെ വീട്ടിൽ പോയിരിക്കുകയല്ല. കൂടുതൽ ഉത്തരവാദിത്തങ്ങളിലേക്കാണ് ഞാൻ പോകുന്നത്. പിന്നെ എനിക്കെന്തിനാ ബുദ്ധിമുട്ടുണ്ടാകേണ്ട കാര്യം എന്താ? എനിക്ക് കൂടുതൽ കാരണം മന്ത്രിയായി തുടരുന്നത്, എനിക്ക് എൻ്റെ കോൺഫിഡൻസിൽ കൂടുതൽ നഴ്സ് ചെയ്യാൻ കഴിയുമല്ലോ. ഇനി ഇപ്പോൾ റെക്കോർഡായ കാര്യങ്ങളല്ല, പക്ഷേ അതൊരു ടോക്കാണ്, രാഷ്ട്രീയ വൃത്തങ്ങളിൽ ടോക്കാണ്. ഇങ്ങനെ ഒരു ഷണ്ട ഇപ്പോൾ KB ഗണേഷ് കുമാറും താങ്കളും തമ്മിലുണ്ടായിരുന്നു. താങ്കൾ 5 വർഷം ഇരിക്കണമെന്ന് ആഗ്രഹിച്ചു. അതുകൊണ്ട് KB ഗണേഷ് കുമാർ വരാതിരിക്കുന്നതിന് വേണ്ടി പല വിധത്തിലുള്ള നീക്കങ്ങൾ പലരും നടത്തിയപ്പോൾ അതിന് താങ്കളുടെ ഭാഗത്തു നിന്നൊരു പിന്തുണ ഉണ്ടായിരുന്നു. അതാണ് നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു ബുദ്ധിമുട്ടിന് കാരണം. അല്ല, ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ഒരാളെങ്കിലും പറയട്ടെ. അത് മഞ്ജുഷിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും പറയുമോ? ഒരാൾ പറയട്ടെ. അത് ചുമ്മാ നിങ്ങൾ അങ്ങനെ അന്തരീക്ഷത്തിൽ എന്തെങ്കിലും വിവരക്കേട് വിളിച്ചു പറഞ്ഞാൽ അതിനൊന്നും ഞാൻ മറുപടി പറയേണ്ട കാര്യമില്ല. അന്തരീക്ഷത്തിൽ ഇങ്ങനെയുള്ള സംഭവം സത്യമല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഇങ്ങനെ വഴക്ക് കൂടേണ്ട ആവശ്യമില്ല. യാതൊരു വഴക്കുമില്ലല്ലോ. നിങ്ങൾ പറയുന്നതാണ് വഴക്ക്. ഞങ്ങൾ തമ്മിൽ ഒരു വഴക്കുമില്ല. കേരളത്തിൽ കേട്ടുകേൾവിയില്ല. ഒരു മുന്നണിയിൽ നിന്ന് ഈ ടേം അനുസരിച്ച് ഒരാൾ മാറി മറ്റൊരാൾ വരുമ്പോൾ മറ്റൊരു മുന്നണിയിൽപ്പെട്ട ഒരാൾക്ക് പകരമാണ് ഞാൻ വരുന്നത് എന്ന രീതിയിൽ ആ മന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത് അങ്ങനെ നടക്കാറില്ല. അതാണ് ഞങ്ങൾ തമ്മിലുള്ള വഴക്കായിട്ട് ചിത്രീകരിക്കേണ്ട. പറഞ്ഞ ആളെ കുറിച്ച് നിങ്ങൾ വിലയിരുത്തിയാൽ മതി. നിങ്ങൾ തമ്മിലുള്ള വഴക്കല്ല എങ്കിൽ, നിങ്ങൾ തമ്മിലുള്ള വഴക്കല്ല, പാർട്ടികൾ തമ്മിലുള്ള വഴക്കാണോ അല്ലെങ്കിൽ മുന്നണിയിലുള്ള അസ്വസ്ഥതയാണോ എങ്കിൽ ഈ രീതിയിൽ സംസാരിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് സ്വാഭാവികമല്ലേ. കാരണം ഒരാൾ വരുമ്പോൾ ഇപ്പം ഭരിക്കുന്ന ആളെക്കാൾ ഇപ്പം ഭരിക്കുന്നത് മോശമാണ്, ഞാൻ നന്നാക്കിയത് എന്നൊരു ഇമ്പ്രഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അദ്ദേഹം അത് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. ഞാൻ മോശമായി കിടന്നതിനെല്ലാം നന്നാക്കി, ഇതുവരെ മോശം. കാരണം ഇപ്പോൾ നന്നായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം വന്നിട്ട് എന്ത് ചെയ്യുമെന്ന് ആളുകൾ ചോദിക്കൂലേ. അതുകൊണ്ട് ഇപ്പം മോശമാണ്,
ഞാനാണ് ഇത് നന്നാക്കി എന്നൊരു പേര് ഉണ്ടാക്കിയെടുക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം മാത്രമായിട്ട് ഞാൻ ഞാൻ കാണുന്നു. ഡയറക്റ്റ് ആയിട്ട് അതിൽ ചോദിക്കുകയാണ്, എനിക്ക് ഇപ്പോൾ അഭിപ്രായം അദ്ദേഹം മന്ത്രിയാകാതിരിക്കാൻ വേണ്ടി ചില നീക്കങ്ങൾ നടന്നിരുന്നു തുടക്ക സമയത്ത്, ആദ്യ ടൈമിൽ അദ്ദേഹം വരാതിരിക്കാൻ. അതേ നീക്കം തന്നെ അദ്ദേഹം ഈ 2.5 വർഷം കഴിഞ്ഞും വരാതിരിക്കാൻ വേണ്ടി നടക്കുന്നുണ്ട് എന്ന് സ്വാഭാവികമായിട്ടും അദ്ദേഹം സംശയിച്ചിരുന്നു. അത് തിരുവനന്തപുരം ബേസ് ചെയ്തിട്ടുള്ള കോക്കസ് ആണ് അതിന് പിന്നിലെന്നും അദ്ദേഹം പല തവണ പല ആളുകളോടും പറഞ്ഞിരുന്നു. എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമാണ്. അതിൽ എവിടെയെങ്കിലും താങ്കൾ ഒരു ഭാഗഭാക്കായോ? കാരണം താങ്കളുടെ പേര് ആ കോക്കസിനുള്ളിൽ ഉയർന്നു വരുന്നു. ഞാനത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്, ഇങ്ങനെ ഒരു ആരോപണം മഞ്ജുഷിൻ്റെ വായിൽ നിന്നാണ് കേൾക്കുന്നത്. ഇതുവരെ ഞാൻ കേൾക്കാത്തൊരു കാര്യം, പുതിയൊരു ആരോപണമായത്. കേട്ടപ്പോൾ രസമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ അദ്ദേഹത്തിന് ഉണ്ടെങ്കിൽ അത് മാറണം. അത് ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ആരെല്ലാം കുറിച്ച് എന്തെല്ലാം തെറ്റിദ്ധാരണ, അതെല്ലാം മാറ്റണമെന്ന് പറയാൻ ഞാനാളല്ലല്ലോ. അതൊക്കെ മാറ്റേണ്ടവർ സമയവുമായി കാലം ഇതെല്ലാം തെളിയിക്കുമല്ലോ. ഇപ്പോൾ താങ്കളുടെ പാർട്ടി ഒരു മന്ത്രിസ്ഥാനം ഇല്ലാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ ദുർബലമാവുകയും ചെയ്യുകയുള്ളൂ, അല്ലേ? അങ്ങനെയൊന്നുമില്ല. ഞാൻ ചോദിക്കട്ടെ, ഒരു മന്ത്രിസ്ഥാനമാണോ ഒരു പാർട്ടിയെ ശക്തിപ്പെടുന്നതും ദുർബലപ്പെടുന്നതും എല്ലാം? അങ്ങനെ മന്ത്രിസ്ഥാനം മോഹിച്ച് മാത്രം നിൽക്കുന്ന ആളുകൾക്ക് അങ്ങനെ തോന്നാം. അങ്ങനെയൊന്നും ഇടതുപക്ഷ മുന്നണിയിലെ പ്രസ്ഥാനങ്ങൾക്ക് അങ്ങനെ തോന്നേണ്ട കാര്യം. ആരൊക്കെയാണുള്ളത് താങ്കളുടെ പാർട്ടിയിൽ? ഞങ്ങളുടെ പാർട്ടി ചെയർമാൻ പഴയ ചെയർമാൻ ഡോക്ടർ KC ജോസഫ് MLA ആണ്. കുട്ടനാട് MLA ഏതാണ്ട് ദീർഘകാലം 10-40 കൊല്ലം MLA ആയിരുന്നു. അദ്ദേഹമാണല്ലോ പാർട്ടി ചെയർമാൻ. പിന്നെ പഴയ MLA ex-MLA PC ജോസഫ്, അദ്ദേഹമാണ് വർക്കിംഗ് ചെയർമാൻ. കുട്ടനാടിന്റെ കാര്യം പറയുമ്പോൾ അദ്ദേഹം KC ജോസഫ് UDF-ലേക്ക് പോയി കുട്ടനാട് മത്സരിക്കാൻ താല്പര്യപ്പെടുന്നു എന്നാണ്. ഇതെല്ലാം നിങ്ങളുണ്ടാക്കി മഞ്ജുഷ് എന്തെല്ലാം കഥകളാണ് ഉണ്ടാക്കുന്നത്. എന്തെല്ലാം കഥകളാണ് ശ്രീ ആന്റണി രാജു. ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും പിന്നീട് സത്യമായിട്ട് വരാറുണ്ട്. താങ്കൾക്ക് തന്നെ അറിയാവുന്ന കാര്യമാണല്ലോ. സത്യമായിട്ടില്ല. ആര് പറഞ്ഞു? കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് UDF വിട്ട് LDF-ലേക്ക് വരുമെന്ന് ആദ്യം പറഞ്ഞ മാധ്യമങ്ങളാണ്. അത് ശരിയായില്ലേ? അന്നും താങ്കൾ പറഞ്ഞു അതൊരു ഊമമായിരിക്കും. അല്ലല്ല, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ അന്നും പറഞ്ഞിട്ടില്ല. ഞാൻ വന്ന് കേരള കോൺഗ്രസിനെ മൊത്തമായിട്ട് LDF-ലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ച ഒരാളാണ് ഞാൻ. പിന്നെ എങ്ങനെ അത് നടക്കുന്ന സമയത്ത് തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു ഇങ്ങനെ സംഭവം നടക്കുന്നുണ്ട് എന്ന്. അപ്പോൾ താങ്കളൊക്കെ പറഞ്ഞത് എന്താണ്? വെറുതെ പറയുന്നതാണ്, അങ്ങനെ സംഭവമില്ല. ചോദിക്കട്ടെ, അങ്ങനെ എല്ലാ കാര്യങ്ങളും മാധ്യമങ്ങൾ പറയുന്നതിനനുസരിച്ച് ഒരു അജണ്ട നിശ്ചയിച്ച് പറയുന്ന സമയത്ത് പറയേണ്ടതല്ല ഒരു രാഷ്ട്രീയക്കാർ. അങ്ങനെ രാഷ്ട്രീയത്തിന് പറയേണ്ട, പക്ഷേ അങ്ങനെ മാധ്യമങ്ങൾക്ക് കിട്ടുന്ന വിവരങ്ങളും ചോദിക്കുമ്പോൾ താങ്കൾ പറയും, ഇപ്പോഴും താങ്കൾ പറയുകയാണ്, ഓ അതൊക്കെ ചുമ്മാ നിങ്ങൾ ഉണ്ടാക്കുന്നതാണ്, ഞാൻ ആദ്യം കേൾക്കുന്നതാണ്. ഞാനത് ആദ്യം കേൾക്കുക. എന്തായാലും ഞാൻ ആദ്യം കേൾക്കുന്നല്ലേ പറയാനൊക്കെ ഉള്ളൂ. അങ്ങനെ നിങ്ങൾക്ക് എന്തെല്ലാം സ്വപ്നങ്ങളുണ്ടാകാം, അതൊന്നും ഒരു ഗൗരവമായിട്ട് എടുക്കേണ്ട വിഷയമൊന്നും. ശരി, നന്ദി ശ്രീ ആന്റണി രാജു. താങ്ക് യു. സമയം ന്യൂസ് 18 കേരളത്തോടൊപ്പം. താങ്ക് യു.